എല്ലാവർക്കും നമസ്കാരം. ആരാണ് ശ്രീകൃഷ്ണൻ? നമുക്കൊന്ന് നോക്കാം. സർവശക്തനായിട്ടും അല്പം പോലും അഭിമാനവും അഹങ്കാരവും അവനില്ല. അപ്പോൾ അവൻ ശ്രീകൃഷ്ണനാണ്. മുലപ്പാലിൽ പോലും വിഷം കലർത്താൻ ശ്രമിച്ച രാക്ഷസിക്ക് മാതാവിനേക്കാൾ ഉത്കൃഷ്ട സദ്ഗതി നൽകിയെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. തന്നെ വധിക്കാൻ വന്ന എണ്ണമറ്റ അസുരന്മാരെ നിഗ്രഹിച്ച് അവർക്ക് മോക്ഷം നൽകിയെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. സുദർശന ചക്രം പോലൊരു ആയുധം കൈവശം വയ്ക്കാനുള്ള കഴിവുണ്ടായിട്ടും കയ്യിൽ ഓടക്കുഴലുണ്ടെങ്കിൽ അവൻ ശ്രീകൃഷ്ണനാണ്. എത്രയോ മഹർഷിമാർ നൂറ്റാണ്ടുകളായി ദർശനത്തിനായി വനത്തിൽ തപസ് ചെയ്യുന്നു. എന്നിട്ടും മാതാവിന് തന്നെ കയറുകൊണ്ട് ബന്ധിക്കാൻ സ്വയം നിന്നുകൊടുത്ത തുടക്കവും ഒടുക്കവുമില്ലാത്ത ആ ഉണ്ണി ശ്രീകൃഷ്ണനാണ്. മരണത്തിൻ്റെ വക്കിലും സർപ്പത്തിനു മുകളിൽ നൃത്തം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. യൗവനയുക്തകളും വിവാഹിതരുമായ ചില സ്ത്രീകൾക്ക് കേവലം കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയോട് പ്രേമം തോന്നി അവൻ തങ്ങളുടെ ഭർത്താവണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ധർമാധർമ്മങ്ങളെ നോക്കാതെ അവരുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുത്തെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. തനിക്ക് കുറിക്കൂട്ടുകൾ നൽകിയ വിരൂപയായ യുവതിയെ സ്പർശനമാത്രയിൽ തന്നെ അതീവ സുന്ദരിയാക്കി മാറ്റിയെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. മരിച്ചുപോയ ഗുരുപുത്രനെ ജീവനോടെ കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി നൽകിയെങ്കിൽ ആ ശിഷ്യൻ ശ്രീകൃഷ്ണനാണ്. ശത്രു സൈന്യം മധുര വളഞ്ഞപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ സമുദ്രമധ്യത്തിൽ ഒരു നഗരമുണ്ടാക്കി ആ നഗരത്തിന് പരമാത്മാവിനെ ദർശിക്കാനുള്ള ദ്വാരം എന്ന പേർ നൽകി തൻ്റെ യോഗശക്തിയാൽ മധുരയിലെ ആബാലവൃദ്ധം ജനങ്ങളെ പുതിയ നഗരത്തിലേക്ക് മാറ്റിയെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. അധർമ്മിയുടെ കൊട്ടാരത്തിലെ രാജകീയ സദ്യകളേക്കാൾ തൻ്റെ ഭക്തൻ്റെ കുടിലിലെ പഴത്തൊലിയാണ് ശ്രേഷ്ഠമെന്ന് കരുതിയെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. തൻ്റെ ഭർത്താക്കന്മാരുടെ നിസ്സഹായാവസ്ഥയിൽ രാജ്യസഭയിൽ വച്ച് നിലവിളിച്ച തൻ്റെ ഭക്തയുടെ മാനം രക്ഷിച്ചുവെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായ പോരാളിയാണെങ്കിലും ആയുധമെടുക്കാതെ തേരാളിയായെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. സ്വയം തൻ്റെ പ്രതിജ്ഞ ലംഘിച്ച് തൻ്റെ ഭക്തൻ്റെ പ്രതിജ്ഞ പാലിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തുവെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. ആദ്യത്തെ അധിക്ഷേപം കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ തല മുറിക്കാൻ കഴിയുമെങ്കിലും എത്രയും അധികം അധിക്ഷേപങ്ങൾ കേൾക്കാൻ കഴിവുണ്ടെങ്കിൽ അവൻ ശ്രീകൃഷ്ണനാണ്. ദ്വാരകയുടെ അധിപതിയുടെ മഹത്വമുണ്ടായിട്ടും സുദാമാവിനെപ്പോലെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവൻ ശ്രീകൃഷ്ണനാണ്. തൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച് താൻ അഴിച്ചിട്ട വസ്ത്രം ധരിച്ച് ജീവിതകാലം മുഴുവൻ സന്തത സഹചാരിയായി ജീവിച്ച ഉദ്ധവർ തന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് യാചിച്ചപ്പോൾ ഉദ്ധവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി മോക്ഷം എളുപ്പമല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നാരായണാശ്രമത്തിൽ ചെന്ന് തപസ്സു ചെയ്യാൻ ഉപദേശിച്ചുവെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. തൻ്റെ മക്കളും കൊച്ചുമക്കളും വലിയ അഹങ്കാരികളായി തീർന്നിരിക്കുന്നു. തൻ്റെ അഭാവത്തിൽ അവർ ഈ ലോകം നശിപ്പിക്കും. അതിനാൽ തൻ്റെ കുലത്തെ മുഴുവൻ മുടിപ്പിച്ച ശേഷം ഇഹലോകവാസം വെടിഞ്ഞുവെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. തൻ്റെ മരണത്തിന് കാരണക്കാരനായ ജരയെന്ന വേടന് പോലും സൽഗതി നൽകിയെങ്കിൽ അവൻ ശ്രീകൃഷ്ണനാണ്. അവസാനമായി ശ്രീകൃഷ്ണന് മുമ്പിൽ കൈകൾ കൂപ്പുമ്പോൾ ശ്രീകൃഷ്ണ കഥകൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണ ഭക്തനാണ്. നന്ദി.